പ്രിയ വിദ്യാർത്ഥികളെ, +1 അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കിട്ടിയ അഡ്മിഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കുക. ഈ സമയത്ത് ഇതിനു വേണ്ടി എങ്ങനെയാണ് ഇതെടുക്കുന്നതെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം ഇപ്പോൾ വരുന്ന ഒരു തെറ്റ് പിന്നീട് ഇത് തിരുത്താൻ വലിയ പ്രയാസമായിരിക്കും. എന്നാൽ ഇപ്പോൾ ഇത് തിരുത്തുന്നത് വളരെ ഈസി ആയിട്ട് കൊടുക്കാം. ഇത് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, ഈ വിക്ടേഴ്സ് ചാനലിൻ്റെ ടൈം ടേബിൾ ഞാൻ എല്ലാ ദിവസവും ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ പ്രസ് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. അതോടൊപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അതോടൊപ്പം തന്നെ ഓൾ പ്രസ് ചെയ്യുക. എന്നെങ്കിൽ മാത്രമേ എല്ലാം കിട്ടത്തുള്ളൂ. ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റു കുട്ടികളിലേക്കൊക്കെ നിങ്ങളത് ഷെയർ ചെയ്യുക. ഇതാണ് പറയാനുള്ളത്. ഇതിനു വേണ്ടി സ്റ്റുഡൻസ് ഓർ പേരൻസ് ക്യാൻ വെരിഫൈ ദർ അഡ്മിഷൻ ഡീറ്റെയിൽസ് വയ ലിങ്ക് സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ് ആൻഡ് റിപ്പോർട്ട് അനോമലീസ്. ഇവിടെ ഇതിനെടുക്കേണ്ട വെബ്സൈറ്റ് നിങ്ങൾക്കറിയാം, www.hscap.kerala.gov.in എന്ന സൈറ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കറിയാം ഏറ്റവും ഇടത്ത് സൈഡിൽ സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ഒരു ജില്ല നിങ്ങൾക്ക് ലഭിക്കും. ആ ജില്ലയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജില്ല സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങളുടെ സ്കൂള് സെലക്ട് ചെയ്യുക. ഏത് സ്കൂളാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കൂള് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഏതൊരു കോഴ്സ് നിങ്ങൾ ചേർന്ന ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത്രയും സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ അടിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസാണ് വന്നത്. ഈ ഡീറ്റെയിൽസ് നിങ്ങളൊരു അഡ്മിറ്റ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസുമാണ് വന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പേരിൻ്റെ അക്ഷരങ്ങൾ നോക്കണം, നിങ്ങളുടെ ജെൻഡർ ഏതാണെന്ന് നോക്കണം, നിങ്ങളുടെ കാസ്റ്റ് നോക്കണം, കാറ്റഗറി നോക്കണം, സെക്കൻഡ് ലാംഗ്വേജ് നോക്കണം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉൾപ്പെടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇല്ലയെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. ഇനി സെക്കൻഡ് ലാംഗ്വേജ് മാറ്റണമെന്ന് നിങ്ങളുടെ ടീച്ചേഴ്സിനെ നിങ്ങളുടെ പ്രിൻസിപ്പലിനെ അറിയിക്കുക. അവരത് നോമിനൽ റോൾ വരുന്ന സമയത്ത് മാറ്റിക്കോളും. ബാക്കി തെറ്റുകൾ ഏതുണ്ടെങ്കിലും നിങ്ങളുടെ പ്രിൻസിപ്പലിനെ നിർബന്ധമായിട്ട് സ്കൂളിൽ എഴുതി അറിയിക്കണം. ഇത് അവസാനത്തെ അവസരമാണ്. പിന്നീട് നിങ്ങൾക്കിത് തിരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ പാടാണ്. ഇത് ലെറ്ററും കൊണ്ട് നിങ്ങൾ പല ഓഫീസുകൾ കയറി ഇറങ്ങണം, തിരുവനന്തപുരത്ത് പോകണം. അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ ഇത് ഒരു നല്ല സുവർണ അവസരമാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങളാണ് ഞാൻ പറഞ്ഞത്. സ്കൂൾ വൈസ് അഡ്മിഷൻ ലിസ്റ്റ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ സെലക്ട് സ്കൂൾ എടുക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇതിനെടുക്കേണ്ടത് സ്കൂൾ വൈസ് അഡ്മിറ്റ് ലിസ്റ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ജില്ല സെലക്ട് സ്കൂൾ ചെയ്യുക, സെലക്ട് കോഴ്സ് എടുക്കുക. അപ്പോൾ നിങ്ങൾ വരുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ഇത് നിങ്ങൾക്കൊരു അവസാന അവസരമാണ്. എല്ലാ കുട്ടികളും നോക്കണം. അഡ്മിഷൻ എടുത്ത മുഴുവൻ കുട്ടികളും നിങ്ങൾ ഈ സൈറ്റിലൂടെ എടുത്ത് നോക്കണം. കാരണം എന്നെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആണോ നോക്കത്തുള്ളൂ. ഒരുപാട് കുട്ടികളുടെ കാസ്റ്റ് മാറിക്കിടപ്പുണ്ട്, അതുപോലെ സെക്കൻഡ് ലാംഗ്വേജ് മാറിക്കിടപ്പുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ പോയി തിരുത്താൻ പ്രിൻസിപ്പലിന് ഒരു ലെറ്റർ കൊടുക്കുക. ഈ അവസരം പാഴാക്കാതിരിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിൽ ഒരു ബെൽ ബട്ടൺ കാണും. ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് നിങ്ങൾക്ക് +1 ബന്ധപ്പെടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, വിക്ടേഴ്സ് ചാനൽ ടൈം ടേബിൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ പ്രസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.